ശ്രീകൃഷ്ണഗാഥ നിത്യപാരായണം കടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ആരംഭിക്കുകയാണ്. അക്രൂര ആഗമനം മുതലാണ് ഇന്നത്തെ പാരായണം. 17-ാം ദിവസത്തെ പാരായണം, ചിങ്ങമാസം 16-ാം തീയതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ധ്യാനശ്ലോകം. കേരളക്കരയിൽ ഉത്തരാഗ്രഭൂമി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അക്രൂരാഗമനം. കേശിയായുള്ളോരു ദാനവൻ വാജിയാൽ കേശവനുള്ളിടം ചെന്നാണഞ്ഞാൻ. കണ്ടോരു നേരത്തു മണ്ടി തുടങ്ങിനാൻ. ഇണ്ടൽ പൂണ്ടെല്ലാരും വല്ലവന്മാർ. കാശവൻ താനപ്പോൾ കുശാരി വന്നോരു കേശിയോടിശീനാശു ചെന്ന്. വാശി പൂണ്ടുള്ളോരു കേശിയുമന്നേരം കേശവൻ തന്നോടും ഏശി നിന്നാൻ. ഭൂരേണു പൂരങ്ങൾ പൊങ്ങുമാരെങ്ങുമേ വാരം വിളങ്ങി നിന്നൊട്ടു നേരം. കാന്തി കലർന്നൊരു കാർവർണ്ണനന്നേരം കാരുണ്യം തന്നെ വീഴിഞ്ഞു ചെമ്മേ. കാളിന്നി തന്നോടെ സോദരനിടേഴും കാഴ്ചയായി നൽകിനാൻ കേശി തന്നെ. ആരണർക്കോനായ നാരദനന്നേരം നീരഥവർണ്ണനാം കർണൻ തന്നെ. പൂത്തുകി നിന്നുള്ള വണ്ണവർ കേൾക്കവേ വാഴ്ത്തിനാൻ ചീർത്തൊരു സന്തോഷത്താൽ. നാരദൻ വാഴ്ത്തിന വാർത്തകൾ ഓരോന്ന് ആദരവോടങ്ങു കേട്ടു. പിന്നെ ചങ്ങാതിമാരായ ബാലകന്മാരോടും ചന്തത്തിൽ ചേർന്നു കളിച്ചാൻ കണ്ണൻ. വ്യോമനായുള്ളൊരു ദാനവൻ വന്നിട്ടു ഗോപാല ബാലകന്മാരെയെല്ലാം പർവ്വതം തന്നൂടെ പാതാളം പൂകിച്ചു ഗർഭിതനായങ്ങു നിന്ന നേരം. കല്യനായുള്ളൊരു കണ്ണനവൻ തന്നെ കള്ളനെന്നുള്ളതു നിർണയിച്ച് ആശു പോയി ചെന്നവൻ തന്നുടൽ പീഡിച്ചു കേശിക്കു ചങ്ങാതമാക്കി വിട്ടാൻ. പാതാളം പൂകിന ബാലകന്മാരെയും പാരാതെ കൊണ്ടിങ്ങു പോന്നു. പിന്നെ ലീലകളെ കൊണ്ടു മാലോകർ മാനസം ചാലക്കുളിപ്പിച്ചു മേവി നിന്നാൻ. മായം കളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിനായി ചെമ്മേ. അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളൊരക്രൂരനാകിയ യാദവൻ താൻ ചൊൽക്കൊണ്ടു നിന്നൊരു തിരിക്കരേറിയിട്ട ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ. പോകുന്ന നേരത്തു തന്നിലെ നന്ദിനാൻ ഗോവിന്ദ പാദങ്ങളുള്ളിലാക്കി. കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു
പുണ്യവാൻ എന്നൊരു നിർണയം ഞാൻ ആയപ്പോൾ തന്നോടെ കാന്തിയായുള്ളൊരു പീയൂഷവാരിയിൽ പൂരം തന്നെ കോരി നിറച്ചുകൊണ്ടെന്നോടെ കണ്ണീണ പാരം കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ കാർവർണ്ണൻ തന്നോടെ കൺമൂനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിൻ ആനന്ദമാടിക്കളിക്കുമോ താൻ കണ്ണൻ്റെ തൂമൂടിയായൊരു തേൻകൊണ്ടൻ കർണങ്ങൾ രണ്ടും നിറച്ചു ചെമ്മേ പൂമാതു പൂന്ന ഭൂമിനി കണ്ടു കണ്ടാസ ആമോദം പൂണ്ടങ്ങു നിൽപ്പനോ ഞാൻ പുഞ്ചിരിയായൊരു തൂണിലാവേറ്റു നിൻ എൻപിത്തമായുള്ളോരാമ്പൽ ചെമ്മി ഉല്ലസിച്ചാനന്ദമായൊരു തേനുമ്പോൾ അല്ലാലെ പോക്കുമാറുണ്ടോ വന്നു വെണ്ണ വീരണ്ടിട്ടു തിന്നം കൊളുത്തുള്ളോരുണ്ണിക്കയുന്നു മുകന്നു താവൂ കണ്ടൊരു നേരത്തു കാർമുകിൽ വർണ്ണനെ വണ്ടിയാണിഞ്ഞൊന്നു കൊണ്ടു താവൂ ചേവടി രണ്ടുമേടുത്തുടൻ മെല്ലവെ ചൊവ്വോടു മൗലിയിൽ ചേർത്തു താവൂ ഇങ്ങനെ തന്നീര് ചിന്തിച്ചു പൊങ്ങിന കൗതുകം പൂണ്ടു സായമായുള്ളൊരു കാലം വരുന്നപ്പോൾ ആയർകൂലം തന്നിൽ ചെന്നു പുക്കാൻ ആഴിനെ വർണ്ണന്റെ ചേവടിത്താരിന പൂഴിയിൽ കാണായി പോകും നേരം തേരിൽ നിന്നേരം പാലിയിലിറങ്ങിയിട്ടു പാരാതെ കുമ്പിട്ടു കൂപ്പി നിന്നാം ആഴം കൂടിയിടുമ്പോൾ ആമോദം തന്നാലെ പൂഴിയിൽ വീണു പൂരണ്ടാം ചെമ്മേ പെട്ടെന്നെഴുന്നേറ്റു ധന്യമായുള്ളൊരു നന്ദന്റെ മന്ദിരം തന്നെ കണ്ടാൽ കാലി കറന്നുള്ളൊരൊച്ചയുമുണ്ടല്ലോ ബാലന്മാർ പോരുന്ന ലീലകളും ഒന്നിനോടൊന്നു കലർന്നു കളിക്കുന്നു കംസൻ കണ്ണും കീടാക്കളും ഉണ്ടെങ്ങുമേ കാളകൾ തങ്ങളിൽ കുത്തിക്കുതിർന്നിട്ടു ധൂളിയേഴുന്നുമുണ്ടോരോ ദിക്കിൽ ദേവുകളെ ചെന്നു ചാലക്കറപ്പാനാൻ ചേണുറ്റ പാൽക്കുഴ ചേർത്തു കയ്യിൽ ചാലെ മുറുക്കിന കാഞ്ചിയുമാണ്ടുള്ള നീലവിലോചനമാരുണ്ടെങ്ങും ഗോക്കളെ പേർ ചൊല്ലി നീലെ വിളിക്കയും പാൽക്കുഴ താവെന്നു ചൊല്ലുകയും ചെൽക്കണ്ണിമാരുടെ വാക്കുകൾ ഇങ്ങനെ കേൾക്കായി വന്നുതേ പാർക്കും തോറും എന്നൂടെ കന്നിനെ കണ്ടുതില്ലെന്നോഴി നിന്നൂടെ വീട്ടുങ്കലുണ്ടോ കണ്ടു എന്നങ്ങു തങ്ങളിൽ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരുമുണ്ടങ്ങുമിങ്ങും കണ്ണന്റെ വേണുതന്നാദത്തെ കേൾക്കയാൽ കർണങ്ങൾ തിന്നം കാലംബിച്ചപ്പോൾ കന്നുകളൊന്നും തന്നമ്മമാർ ചാരത്തു ചെന്നു തുടങ്ങാതെ നിന്ന നേരം അമ്മ താൻ ചെന്നിട്ടു കണ്ണന്റെ ചാരത്തു നന്മൊഴിയാണ്ടുടൻ ചൊന്നാളപ്പോൾ കന്നു കീടാക്കൾ കുടിപ്പതിനായി കൊണ്ടൊന്നുമേ ചെല്ലുന്നതല്ല കണ്ണ ചെന്നവയൊന്നും കുടിക്കുന്നതല്ല കൺ മന്ദമായി നോക്കുന്നു തിങ്ങു തന്നെ നിൻകുഴൽ കേട്ടു തൻ മക്കളെയൊന്നുമേ നക്കുന്നതില്ല കണ്ടെരുക്കളും രാവായി പോയാൽ ഈ കാലി കറപ്പതിനാവതല്ലെന്നതു തേരണം നീ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി കാലികാറന്നു പോയിട്ടു വേണം നിൻ കോലക്കുഴൽ വിളി എന്നും മകനെ ഞാൻ മറന്നുപോയത് വിളിക്കണം ചുമതാനിങ്ങനെ അമതാനിങ്ങനെ തന്മകൻ തന്നോടു നന്മൊഴി ചൊന്നതു കേട്ട് ചെന്നു തുടങ്ങിന യാദവൻ താനപ്പോൾ നന്ദകുമാരന്മാരെ കണ്ട കാമിച്ചു നിന്നിട്ടു കേഴുന്ന വേളാമ്പൽ
കണ്ടൊരു നേരത്തു കൊണ്ടൽ വർണ്ണൻ പാദങ്ങളിൽ വീണു കിഴന്നുടൻ ആനന്ദവാരിയിൽ കാണു തുടങ്ങിനാൻ ആശുചമ്മേ കയ്യെ പിടിച്ചവൻ മെയ്യയും കണ്ണൻ മെയ്യോടു ചോർത്തൊന്നു പൂണ്ടാനപ്പോൾ മംഗലമാണ്ടൊരു മന്ദിരം തന്നിലെ മന്ദം നടന്നങ്ങു ചെന്നു പിന്നെ ഇഷ്ടമായുള്ളൊരു ഭോജനം നൽകിയിട്ടു കട്ടിന്മേൽ ചേർത്തവൻ തന്നെ നന്ദൻ വാക്കുകൾ കൊണ്ടവൻ ഉള്ളം കുളിപ്പിച്ചു മർദ്ദമായി പോക്കിനാൻ മർദ്ദഖേദം ചിന്തിച്ചതൊന്നും നിന്നു ലഭിക്കയോ സന്തോഷമാണ്ടൊരു യാദവൻ താൻ നന്ദകുമാരനും നന്ദനും കേൾക്കവേ വന്നിതിൻ കാരണം ചൊന്നാൻ പിന്നെ മംഗലനായൊരു കംസന്റെ ചൊല്ലാതെ നിങ്ങളെ കാണാനായി വന്നുതിപ്പോൾ വില്ലിഞ്ഞു പൂജയാം ഉത്സവം കാണാനായി എല്ലാവരും പോരേണമെന്നു ചൊന്നതു കേട്ടൊരു നന്ദനും അന്നേരം നിന്നൊരു ഗോപന്മാരോടു ചൊന്നാൽ നാഥനായുള്ളൊരു കംസനെ കാണാനായി നാമെല്ലാം പോകണം നാളെ തന്നെ ഓരസം ഓരോന്നെ പൂരിച്ചു കൊള്ളുവിൻ പാരാതെ പോവതിന്നിങ്ങനെ നന്ദന്റെ ചൊൽ കേട്ടു ഗോപന്മാരെല്ലാരും നന്ദൻ മുതിർന്നാരം അവണ്ണമേ വല്ലവി മാറില്ലാം എന്നതു കേട്ടപ്പോൾ അല്ലേൽ വീണങ്ങു മുങ്ങിച്ചൊന്ന കാമുകൾ വർണ്ണനെ കൊണ്ടങ്ങു പോകാനായി കാരുണ്യം വേറിട്ടി പാപി വന്നു നാം എന്തു ചെയ്വരിൻ തോഴിമാരെ ചൊല്ലിൻ പാമന കൂടുമ്പോൾ ഈശ്വരൻ താൻ അക്കുരൻ എന്നതു ചൊല്ലവനെല്ലാരും അക്കുരനല്ലവൻ ക്രൂരനത്രേ കണ്ണനായുള്ളൊരു നമ്മുടെ ജീവനെ ചിഹ്നം പറിച്ചങ്ങു കൊണ്ടുപോവാൻ ചാലത്തു നിഞ്ഞങ്ങു വന്നൊരു പാവിയെ കാലനെല്ലാരും ചൊല്ല വേണ്ടു പണ്ടു നാം ചെയ്തുള്ള പുണ്യങ്ങളെല്ലാമേ പണ്ടുന്ന കാലമേ വന്നതിപ്പോൾ കാർമുകൾ വർണ്ണന്തൻ തൂമൊഴിയായൊരു പീയൂഷമാളുന്ന കർണങ്ങളിൽ പോകുന്നു നിന്നിവൻ എന്നുള്ള വാർത്തയം കാഗോളം കൊണ്ടല്ലോ തൂകുന്നിപ്പോൾ കൊഞ്ചിൽ തുടങ്ങുമ്പോൾ അഞ്ജന വർണ്ണന്തൻ പുഞ്ചിരിയായ നിലാവു തന്നെ ചേർത്തുള്ളിൽ കൊള്ളാതെ നിന്നു പോറുപ്പതിനെ ചകോരങ്ങൾ എങ്ങനെ പ്രാണങ്ങളായടി കാവർണ്ണൻ താരല്ലോ കാവർണ്ണനായടി പ്രാണങ്ങളും തങ്ങളിൽ ഏതുമേ ഭേദമില്ലല്ലോ അങ്ങനെയാകുന്നു പണ്ടേ എന്നാൽ കാവർണ്ണൻ നമ്മെ പിരിഞ്ഞങ്ങു പോകില്ല പ്രാണങ്ങൾ എങ്ങനെ നിന്നു കൊള്ളൂ ദൈവമേ ദീനമാരായുള്ള ഞങ്ങളെ കൈവേടിഞ്ഞായോ ചൊൽ പൊയ്യുമിപ്പോൾ നിന്തണൽ എന്നിയെ പിന്തുണയില്ലേതും ബിന്ദുവെന്നിടുന്നു രംഗക്കിപ്പോൾ ഇങ്ങനെ തങ്ങളെ ചൊന്നുള്ള നാരിമാർ തിങ്ങിന വേദന പൊങ്ങുകയ കണ്ണായി നിങ്ങനെ തിന്നം വിളിച്ചുടൻ കണ്ണൂനിയ തൂകിന മാൾകി നാരിമാരിങ്ങനെ കേണു തുടങ്ങുമ്പോൾ ചാരത്തു ചെന്നുടൻ കണ്ണനപ്പോൾ ആദരവോടുള്ള തൂമൊഴി കൊണ്ടവർ വേദന വേഗത്തിൽ പോക്കി നിന്ന കാതരമാരായ കാമിനിമാരെല്ലാം കാവർണ്ണൻ ചൊല്ലെല്ലാം കേട്ട നേരം കാതര്യം കൈവിട്ടു നിന്നാരൻ എല്ലാരും കാലവും പോന്നു പുലർന്നതപ്പോൾ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഹരേ ഗോപന്മാരെല്ലാരും ഭജനമൊരുങ്ങി ഒരസമൊരുങ്ങി പുരിച്ചപ്പോൾ പഞ്ഞു ചെന്നോരോരോ ചട്ടിൽ കരി വിട്ടു പഞ്ഞു തുടങ്ങിനാർന്നതനുമായി നന്ദിനി സുനൂതൻ തെരിൽ കരവിനാൻ മന്ത്യമാണെന്നുള്ള നന്ദജന്മാർ പിഞ്ചെന്നു നിന്നുള്ള മഞ്ജുള വനിമാനഞ്ജന വർണ്ണനെ നോക്കി നിന്നാൽ തെരുമറന്നു ഒരു നിരത്തു വരണ്ട തെരുവെ നോക്കി നിന്നാൽ മേളമാണ്ടുള്ളൊരു തെരുമറഞ്ഞപ്പോൾ ഭൂമിയെ നോക്കിനാരൊട്ടു നേരം പിന്നെ അങ്ങെല്ലാരും ഒന്നിച്ചു കൂടിയിട്ടു ഭിന്നമാരായുള്ള വല്ലവിമാർ പാമ്പോടു വേറായ തോൽ പോലെ നേരം പാഴായി പോയൊരു ഗോഷ്ടം തന്നിൽ ചെന്നങ്ങു കൂകിനാർ വന്നരകം തന്നെ പുണ്യമാകുന്ന വരുന്ന പോലെ നന്ദകുമാരകൻ നിന്നൊരു കേരത്തിൽ ചെന്നങ്ങു നിന്നുടരുട്ടു നേരം ശയ്യയിൽ ചെന്നു താലോടിനാമെല്ലരെയോ എന്നിങ്ങനെ തിന്നാർ നിന്നെ അങ്കണം തന്നിലെ പിന്നെയും നോക്കിയിട്ടു സങ്കടം വരുന്ന നേരം കാലി തേളിക്കുന്ന കോലം എടുത്തിട്ടു ചാലത്തന്മാറിലെ ചെന്താർ പിന്നെ വല്ലികളാണ്ടുള്ളാലോ ഗ്രഹങ്ങൾ ഓരോന്നിൽ മെല്ലവേ ചെന്നങ്ങു നിന്നു ചെന്നാൽ കമ്പൂലി മുമ്പായ കോരമൃഗങ്ങൾക്കു സംഭോഗ മന്ദിരമക നിങ്ങൾ
പരിചലോചനൻ കാരുണ്യമെന്നെ പിന്നെ വരാതെ നിതാരങ്ങൾ വന്നു പല്ലിഗൃഹങ്ങളോടിങ്ങനെ ചൊല്ലിനവല്ലമാരെല്ലാം വന്നു പിന്നെ തുമകലർന്നൊരു പൂങ്കാവിൽ ചെന്നുടൻ കുമരമൊരൊന്നേ കൊണ്ടു ചെന്ന കാർമുകിൽ വർണ്ണനു ഞങ്ങളിലുള്ളൊരു കാരുണ്യം ദൂരമായി വന്ന മൂലം കാരസ്കാരങ്ങൾ കാരകൾ എന്നെല്ലാം പേരുള്ള കാരുക്കളാക നിങ്ങൾ ഓമനയോടെ വളർത്തല്ലോ പോരുന്നു നാം എല്ലാം നിങ്ങളെ പണ്ടേ ചമ്മേ കാമിക്കായി പൂമരാമെന്നുമേ കാർവർണ്ണൻ എന്നല്ലോ ചൊല്ലിപ്പോൾ മാനിക്കുന്നവരെല്ലാം നമ്മയെന്നിങ്ങനെ ദിനത പോലെല്ലാം നിങ്ങളെന്നാൽ ബാലികമാരെല്ലാം ഇങ്ങനെ ചൊന്നുണ്ടെന്നാലൂടെ കാലത്തു ചെന്നാൽ നന്മുനിമാരെല്ലാം നിന്നുടെ ചാരത്തു നിന്നു വിളങ്ങിനാരുന്നയോളം ഇന്നു തുടങ്ങി ചാരത്തു വന്നേ നിന്നു വിളങ്ങുന്ന കാര്യ ചൊല്ലി മീറ്റിംഗ് നടന്നിട്ടില്ല കേട്ടാ. ഇന്നലെ മീറ്റിംഗ് നടന്നിട്ടില്ല കേട്ടാ. ഞാൻ വിളിക്കാൻ മറന്നു. ഇനി എപ്പോഴാണ് തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ കുറേ ആൾക്കാർ സൗകര്യം വരാം. കല്യാണം കണ്ടൊരു നേരത്തു വണ്ടിയാണഞ്ഞൂടെ കൊണ്ടെല്ലാരും കന്മഷാമാണ്ടൊരു നമ്മുടെ ജീവനെ ക്ഷമേ വാദിച്ചു മാറിച്ചുമല്ലേ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാമേ നൽകുവാൻ നിങ്ങളുണ്ടായതുമേ ഗതിയായി കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കണ്ണുകളോടെല്ലാം ഇങ്ങനെ ചൊല്ലിട്ടു കണ്ണുനീർ വീഴ്ത്തിനാൽ ആർത്തന്മാരായി ചൂതു തുടങ്ങിന ലീലകൾ കൊല്ലുന്ന സാധനമൊന്നെടുത്തു പിന്നെ ദൂരത്തു ചാട്ടിക്കളഞ്ഞു തുടങ്ങിനാൽ പാലിച്ച വേദന പൊങ്ങുകയാൽ പിന്നെയും എല്ലാരും ഒന്നിച്ചു കൂടിയിട്ടു കണ്ണനെ കൊണ്ടു പറഞ്ഞു നിന്നാർ നൽകണിയായല്ലോ നാഗരമാരായ മൈക്കണ്ണിമാർക്കെല്ലാം ഇന്നു തോഴി പുണ്യങ്ങൾ ചെയ്തുള്ള കണ്ണുകൾ രണ്ടിലും കണ്ണിനെ ചേർക്കുന്നവരെല്ലാം ഇപ്പോൾ നമ്മുടെ വേദന നാമെല്ലാം ഇങ്ങനെ നമ്മിലെ വാപാടുകെന്നെ വേണ്ടും പാരാതെ വന്നുണ്ടു ഞാനെന്നു ചൊന്നതും നേരല്ല എന്നത്രേ തോന്നുന്നുണ്ട് തന്നുടെ തേനുണ്ട കാർവണ്ടു നാമുല്ല തീണ്ടുമോ നാടിമാരെ മാധുരമാരായ മാലിന്യമാരുടെ മാധുര്യം കണ്ടൊരു മാധവൻ താൻ പാരൻ വശം കെട്ടുമേ മറഞ്ഞിടുമേ ധീരത നമ്മുടെ ഉള്ളു തോഴി കാർവണ്ണൻ പോയൊരു ദിക്കിനെ നോക്കി നാം പാരാതെ പോകയോ തോഴിമാരെ ചാർന്നുള്ളവരെല്ലാരും പിന്നാലെ പായുമ്പോൾ ഭ്രാന്തുണ്ടോ നിങ്ങൾക്കോ എന്നേ വേണ്ടു സംഘമേരുന്നുള്ള മംഗമാരെല്ലാരും ഇങ്ങനെ ചൊല്ലുടൻ തങ്ങളുള്ളിൽ ഭാവന തന്നാലെ കാർവർണ്ണൻ മെയ് ചേർത്തിട്ടാവോളം പുൽകിനാരായ വണ്ണം ആനന്ദമായൊരു പീയൂഷം കൊണ്ടുതൻ മാനസമെല്ലാം ഉളുപ്പിച്ചുടൻ നന്ദജൻ ചൊന്നുള്ള നന്മൊഴി ഓരോന്ന് ചിന്തിച്ചു വേദന പോക്കി നിന്നാർ. യാദവന്മാരുടെ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ശ്രീകൃഷ്ണ കഥയിൽ അക്രൂരാഗമനമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. കംസന്റെ ഗതി രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. യാദവന്മാരുടെ ദീനത്തെ പോക്കുവാൻ യാതനായുള്ളൊരു മാധവൻ താൻ മേളം കലർന്നുള്ള ഗോപാലന്മാരുമായി കാളിന്തി തീരത്തു ചെന്ന നേരം സ്നാനത്തിനായിട്ടു ഗാന്ധിനി നന്ദനൻ മാനിച്ചു ചെന്നങ്ങിറങ്ങി തന്നിൽ മുങ്ങിന നേരത്തു ധന്യമായുള്ളൊരു തന്നെ വൈഭവം കാട്ടി നിന്നാൽ പാവനമായൊരു പാലാഴി കാണായി പാരാതെ തന്നിലനന്ദനെയും തന്മേൽ വിളങ്ങിന ദേവനെ തന്നെയും ചിന്മയിയാകിന ദേവിയോടും കണ്ടൊരു നേരത്തു ഗാന്ധിനി നന്ദനനിണ്ട കളഞ്ഞു പുകന്നു പിന്നെ തീരത്തു നിന്നൊരു കാർവർണ്ണൻ തന്നെയും ചാരത്തു ചെന്നുടൻ കുപ്പി നിന്നാൽ അത്ഭുതമേതാനും കണ്ട കണക്കെ നിന്നക്ഷികൾ തോന്നുന്നു കാണും നേരം എന്തെന്നു ചോദിച്ചു പുഞ്ചിരി തൂകിന
പങ്കജലോചനോടും കൂടി പാരാതെ പോയെന്നു യാദവന്മാരുടെ കൂടിലും ചെന്നങ്ങു പോകും നേരം ചൂടു പൊഴിഞ്ഞൊരു സൂര്യനും ഒട്ടട്ടു വാടിത്തുടങ്ങി ഞാൻ കാണത്താണെ അക്രൂരൻ താൻ നിന്നു സൽക്കരിച്ചിടി ഞാൻ മൻഗൃഹം തന്നിലെ പോകയെന്ന് കാർവർണ്ണൻ ചൊല്ലി ഞാൻ എന്നതു കേട്ടപ്പോൾ കാരുണ്യം തേഞ്ഞൊരു വാക്കുകൊണ്ടേ കംസനു വേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ച് സംസാരം മറ്റുള്ളതെല്ലാം ആവൂ പിന്നെ ഞാൻ വന്നു വിരുന്നു കൊണ്ടിടുവൻ നിർണയം എന്നതു തേറിനാലും എന്നതു കേട്ടൊരു ഗാന്ധിനി നന്ദനൻ വന്ദിച്ചു പോയി കംസനെ കണ്ടിട്ടു സംസാരമെല്ലാം ശംസിച്ചു വൈകാതെ വണ്ണം പോയാൽ നന്ദജനം നേരം ബാലകന്മാരുമായി മന്ദിരം തന്നുടെ ശോഭ കാണുവാൻ ചിത്രങ്ങളായുള്ള വസ്തുക്കളെ കണ്ടു ചിത്രങ്ങളായുള്ള വസ്തുക്കളെ കണ്ടു നൽതെരുകൂടെ നടന്നാൽ പിന്നെ ചേലകളെല്ലാം ചാലെ വെളുപ്പിച്ചു മേളമിയറ്റുന്ന ദാസൻ അപ്പോൾ മന്നവൻ തന്നെ ചേലയുമായിട്ടു മുന്നൽ വരുന്നതു കണ്ട നേരം ഈശനായുള്ളൊരു കേശവൻ താൻ ചെന്നു യാചനമായിട്ടു ചൊന്നാനപ്പോൾ നൽചേല നൽകണം ഞങ്ങൾക്കു നീ പൊളിച്ചയുണ്ടാകുന്ന കണ്ടതോറും കഞ്ചന്നു ചേല വെളുപ്പിക്കും ദാസൻ ചെഞ്ചമ്മെ ചൊല്ലി ഞാൻ എന്ന നേരം രാജാവ് ചാർത്തുന്ന ചേലകൾ കൊല്ലുക ആയന്മാരായോർക്കു ന്യായമല്ലേ ബാലന്മാർ ചൊല്ലുന്ന വാർത്തയെന്നോർത്തു ഞാൻ ചാലെ പൊറുക്കുന്നേ എന്നിങ്ങനെ കേട്ടൊരു നേരത്തു കേശവൻ ചൊല്ലി പാട്ടമകന്നൊരു വാർത്തയപ്പോൾ രാജാവിൻ ചേലകളായന്മാർ പോലുക ആചാരമല്ലന്മാരെന്തു മൂലം നിങ്ങൾക്കു രാജാവ് കഞ്ചനാനെങ്കിലോ ഞങ്ങൾക്ക് രാജാവ് ഞങ്ങൾ തങ്ങൾ ഇങ്ങനെ ചൊന്നതു കേട്ടവൻ ചൊല്ലിനാൽ പൊങ്ങി വരുന്നൊരു കോപത്താലേ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി എന്തെന്നു ചൊല്ലിന അന്ധനായുള്ളവേ അന്ധകൻ വീട്ടിനു പോകുന്നായോ ഇത്തരമായുള്ള ചേലകളു കണ്ടു നിത്യം ഉടുപ്പതു നിങ്ങളെല്ലാം കാലിയെ മെയ്പ്പനായി കട്ടിലകം പൊക്കു ധൂളിയും പൂണ്ടു നടക്കുന്നേരം മന്നവൻ കോലുന്ന ചേലകളെല്ലാം കണ്ണുകൾ മേയ്ക്കുന്ന പിള്ളർക്കായി മന്നവരെല്ലാരും കാണാനും പോകിട്ടു കണ്ണുകൾ മേയ്ക്കിനി എന്നേ വേണ്ടു മാനവൻ തന്നെ മന്ദിരം എന്നതു സമയമുള്ള ദിവസം കുറച്ചധികം വായിക്കാം മന്ദിരം എന്നതു നിന്നുള്ളിലുണ്ടായിരുന്നല്ലോ അവതല്ലാതതു നീ പറഞ്ഞിടുന്ന നാവരിഞ്ഞിടുവൻ തേറിനാലും ഇങ്ങനെ ചെന്നവൻ എന്നൊരു നേരത്തു നന്ദനുജനാണഞ്ഞു ജമ്മേ കൈചലം കൊണ്ടവൻ അജീവിചാരത്തു സൽക്കരിച്ചിടിനാനൊന്നുമല്ലേ സൽക്കാരമേറ്റൊരു ദുഷ്ടനു പിന്നെയും സൽക്കാരം വേണ്ട എന്നായിക്കൂടി കോളല്ല എന്നിവൻ സൽക്കരിച്ചിടിനാൽ പോകയില്ലെന്നതും നിർണയം താൻ അന്ധകൻ തന്നാല് സൽകൃതമായവൻ അന്ധകൻ വീടല്ലു പൊക്കതപ്പോൾ യാദവ നന്ദനായുള്ള ദേവൻ താൻ ആദരവോടു മുതിർന്നു നന്നായി ചേലകൾ നല്ലവരിയെടുത്തുടൻ ബാലകന്മാർക്കെല്ലാം നൽകി മുന്നിൽ ജ്യേഷ്ഠനും താനെന്ന ചേലയും പൂണ്ടിട്ടു വാട്ടം വരാതെ നടന്നു പിന്നെ സൗജകൻ തന്നെ ചാരത്തു വന്നപ്പോൾ സംശയം കൂടാതെ സൗജികൻ താൻ വിശ്വത്തിന് കാരണമായി വിളങ്ങുന്ന വിഷ്ണുവെന്നുള്ളൊന്ന് ബോധത്താലെ കൃഷ്ണേശമവായു നൽകി നിന്നാൽ പ്രീതിയായുള്ളൊരു വല്ലരി തന്നോടെ തന്നോടെ സാരൂപ്യം തന്നെയും നാരായണൻ താനും നൽകി നിന്നാൽ മാലകൾ നിർമ്മിച്ചു പോരുന്നോ തന്നോടെ ആലയം തന്നിലും ചെന്നു പിന്നെ മാലകൾ കൊണ്ടു പൂവുകൾ കൊണ്ടുമായി ചാല വിളങ്ങിനരെല്ലാരും മേയിച്ചു നൽവരം നൽകി ഞാൻ അങ്ങവൻ അച്യുതൻ താനെന്ന് തന്നിച്ചയാലും പിന്നെയും എല്ലാവരും നൽതെരുകൂടെ പോയി മുന്നമേ പോലെ നടന്ന നേരെ അബ്ജത്തേവെന്നുള്ളൊരാണേനാമുള്ള കുട്ടിയ വരുന്നത് കാണായപ്പോൾ ചന്ദനം കുങ്കുമ കസ്തൂരി എന്നെല്ലാം ഒന്നിച്ചു നിന്ന് അരച്ചു പിന്നെ നൂതനമായൊരു പാചകം തന്നെ ആദരവോട് നടന്നുമല്ലേ വന്നതു കണ്ടൊരു നന്ദകുമാരകൻ ചെന്നവൾ ചാരത്ത്
നൽകിനാളെ വരും നന്മ വരും കാലം ഇന്നു ന്യായം ആദരവോടത് വാങ്ങിയ നന്ദനും സോദരനായി കൊടുത്തു പിന്നെ ചെയ്തോ ധാരാളം സന്തോഷം കൊണ്ടൊരു നന്ദജനേരം ചിന്തിച്ചു തന്നിട്ട് നിന്നു പിന്നെ ഞാൻ കനിഞ്ഞിടൻ മാൻ തന്നെ തന്നൂടെ മോൻ കളഞ്ഞിടണമെന്നു തന്നെ കാൽവിരൽ കൊണ്ടവൾ കാൽമേലും ഒന്നിച്ചു കൈവിരൽ രണ്ടും ഉയർത്തി പിന്നെ ആനേനം തങ്കിയിടും ഒന്നിച്ചു പൊങ്ങിച്ച മാനിനി തന്നൂടെ മീനി തന്നെ കീഴ്പോട്ട് പോയൊരു നാരിതാന നേരം മേൽപോട്ട് വായ്പോട്ട് പൊങ്ങി നിന്നാൽ കണ്ണേനെ തീണ്ടീന പുണ്യം കൊണ്ട നേരം എന്നു കരേറുവാൻ എന്ന പോലെ പങ്കജലോചനം തൊട്ടുള്ളവരെല്ലാവരും അങ്ങനെയല്ലോ താൻ വന്നു ന്യായം ശാലേ നിവർന്നൊരു മെയ്യുമായ നേരം മലയ പണി വിളങ്ങി നിന്നാൽ മെച്ചേറിപ്പോരോടു നൽകുന്നു നന്നായി കാച്ചിനാരെങ്ങനെ വന്നു ന്യായം മകലനായൊരു കണ്ണൻ തോടും നേരം അങ്ങിനെയും സുന്ദരിയായൊരു നാരിയെ കണ്ടപ്പോൾ സുന്ദരനാകിയ കണ്ണപ്പന്താൻ ചെല്ലത്തുടങ്ങി ഞാൻ മെല്ലെ നേരം നല്ലൊരുന്ന് കാണുമ്പോഴെന്നു ന്യായം പണിന് തന്നെ മെലിഞ്ഞു വന്നപ്പോൾ വാരനൊരു വളഞ്ഞു തന്നെ പണങ്ങൾ കൊണ്ടാകനേതൊരു നേരം പോവാനിന് തന്നെ കൺമുനകൾ ആനായ നാരിമാർ കൊണ്ടുള്ള കണ്ണുണ്ടെന്ന് അനേനം തന്നെ സാധിച്ചുടമ്മാനിന് തന്നെ മനസ്സും തന്നീര് ദീനത പൊങ്ങി തുടങ്ങിയപ്പോൾ കാർവർ തന്നെ ആനേനം തങ്കേല് തൂങ്ങിയ ചെയ്യാൻ എന്ന പോലെ മരമരണ്ടൊരു മാനിനി തങ്കണ്ട് ഒരു പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ കാർവർ തന്നെ കണ്ടിയായുള്ളൊരു തൂവെള്ളാമുള്ളിഞ്ഞു രമേരോമങ്ങളും രോമങ്ങളുടെയമ്മാനിനി തന്മയിൽ ശ്വേതങ്ങളായി കരുന്നു ചെങ്ങും വല്ലവി വല്ലതും തന്നെ കണ്ടേണം എന്ന പോലെ ചൊൽക്കണ്ണി തന്നെ വേർക്കുന്ന വേർപ്പുകളായി കണ്ണു പാർക്കും തോറും ഓർക്കു തുനിഞ്ഞൊരു മാതം തന്നെ പിന്നുലാക്കാക്കി വന്നൊരു സുന്ദരി താൻ ഉള്ളമ്മായി നിന്നൊന്നിച്ചു ചൊല്ലിന കള്ളം കളഞ്ഞുടൻ കണ്ണനോട് നിന്നെ പിരിഞ്ഞിട്ട് പോവതിനേരമേ വല്ലുന്നോരില്ല ഞാൻ ചൊല്ലു ചെമ്മേ സുന്ദരമായൊരു നീ ഇന്നു നമ്മുടെ മന്ദിരം തന്നെ പോര വേണം ഉന്നതനായൊരു മന്മഥൻ കണ്ടാലും നിന്നെ ഒരുമരിപ്പോൾ അവൾ ചെന്നത് കേട്ടതു നിന്നോര് നന്ദജാനുജൻ തൻ ചെന്നപ്പോൾ ആയന്മാർ ഞങ്ങൾ കാഴ്ചയുമായിട്ടു രാജാവെ കാൺമാനായി വന്നൊരിപ്പോൾ മുമ്പിലെ നിന്നുടെ മന്ദിരം പൊങ്കിലു വമ്പിടയാമല്ലോ ഞങ്ങൾക്കെല്ലാം രാജാവെ കണ്ടിട്ടു കാഴ്ചയും നൽകിയിട്ടു പാരാതെ വന്നുണ്ടോ നിൻ വീട്ടിൽ നേരത്തെ നിന്നോട് ചൊന്നതു ഞാനെന്നു നരിമാർ നായികേറിയാലും ഇങ്ങനെ ചൊന്നോടെ മംഗലമായിട്ടു രംഗന തന്നെ അയച്ചു പിന്നെ പാവത്തെ പൂരിക്കും മന്ദിരമാണെന്ന് ചോദിച്ചു എന്നത് കണ്ട നേരം ദുഷ്ടനായി ചെന്നുടൻ പെട്ടെന്നാകുമ്പോ ദുഷ്ടന്മാരെല്ലാരും കണ്ടിരിക്കുകയല്ല എന്ന് എല്ലാവരും തൊട്ടി നിന്നിടുമ്പോൾ വിജയനെ ചെന്നങ്ങെടുത്തു ചെമ്മേട്ടാശ എല്ലാമേ ഞെട്ടുമാറും നേരം മുട്ടിച്ചാനങ്ങതിൽ മുഷ്ടിദേശം ജാനകി തന്നെ വർമ്മല പുൽകുവാൻ രാമനെ കൊണ്ടുപോകാൻ എന്ന പോലെ ദക്ഷിണന്മാരായ രാക്ഷകന്മാരെ രാക്ഷണം കൊന്നം കൊടുക്കി പിന്നെ ശാലയിൽ നിന്നു താഴെ പുറപ്പെട്ടു നടന്ന നേരം ഇങ്ങനെ നാളെ കംസനുമാകുന്നു എങ്ങനെ ചൊല്ലുന്നു എന്ന പോലെ ശക്തനായി നിന്നു തിമുത്തൊരു സൂര്യനും അസ്തമിച്ചിടുന്ന മെല്ലെ മെല്ലെ കേടറ്റു നിന്നൊരു ഗോവിന്ദരാമൻ മത്താടിക്കു നോക്കി മേളത്തിൽ പോയങ്ങ് പാൽവെണ്ണയുണ്ടിട്ടു കേളിയോ കണ്ടു കിടന്നാൻ ചെമ്മേ ആപത്താണഞ്ഞൊരു കംസൻ തന്നോട് ചാപത്തിൽ ഭംഗത്തെ കെട്ടാൻ നേരം ചേർത്തൊരു കീരിയെ പാത്തോളം കൊണ്ടുനെ നോക്കു തുടങ്ങി നർത്തനായി ഒന്നങ്ങ് വീഴ്ത്തുന്ന ദുർനിമിത്തങ്ങളെ ഒന്നെ കാണായി പിന്നെ ദക്ഷിണമല്ലാത്ത വീക്ഷണ കൊണ്ടോടും ഭക്ഷണമായി തുടങ്ങി ചെമ്മേ വന്മയമായിട്ട് തോന്നി തുടങ്ങിയത് വന്മാരം ഓരോന്നി നോക്കുന്നേരം കർണങ്ങൾ രണ്ടും അടുത്തങ്ങമേയുമ്പോൾ ഇല്ലാതെയായി വന്നു ദോഷങ്ങളും കണ്ണെന്നു ചെത്തിയിട്ട് ദീപങ്ങൾ നോക്കുമ്പോൾ കൈവിരൽ തന്നെ അടങ്ങിയിലേതും എന്നങ്ങു പിന്നെയും ചൊന്നു പോന്നു കുറച്ച് വയസ്സ് നിർത്തല്ല. ഓം ശ്രീ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. ഭക്തനായി വന്നിടുന്ന അഭ്യകം തന്നീലെ നഗ്നനായി നിന്നതും കാണാൻ വന്നു. തന്നൂടെ കൈകൊണ്ടു തന്നൂടെ ദന്തങ്ങൾ ചിന്നിക്കളഞ്ഞിട്ടും കാണാൻ വന്നു.
പ്രേതങ്ങളോട് കലർന്നു കളിക്കയും പ്രേതങ്ങൾ തന്മേനി പൂങ്ങുകയും ആറുകളെല്ലാം വരണ്ടിട്ടു കാണായി ദാടികളും പിന്നെ അവണ്ണമേ ഘോരങ്ങളായുള്ള ദുർനിമിത്തങ്ങളെ പാരാതെ ഇങ്ങനെ കണ്ട നേരം അന്ധനായുള്ളൊരു കഞ്ചനു മാനസം വെന്തു തുടങ്ങിയതു ചിന്തയാലേ കണ്ണൻ വന്നെന്നെ കഴിക്കുന്നതുണ്ടെന്ന് എണ്ണമുള്ളിലെ പൊങ്ങുകയാൽ വന്നതും നിന്നതും കണ്ടതും കേട്ടതും കണ്ണനെന്നിങ്ങനെ തോന്നിക്കൂടി മറ്റൊരു ചിന്തയിൽ കംസനു മാനസം പറ്റിയതില്ലിപ്പോൾ തുടങ്ങി പിന്നെ ചീർത്തു നിന്നുള്ളൊരു ചിന്ത പൂണ്ടങ്ങിനെ രാത്രി കഴിഞ്ഞു പുലർന്ന നേരം വഞ്ചകനായൊരു കഞ്ചൻ താൻ ഓരോരോ മഞ്ചങ്ങൾ ചൂഴും ചമപ്പിച്ചുടൻ മല്ലന്മാരിന്നിപ്പോൾ കോലുന്ന ലീലകൾ എല്ലാരും കാണണമെന്നു ചൊന്നാൻ കഞ്ചന്റെ ചൊല്ലാല പൗരന്മാരെല്ലാരും മഞ്ചങ്ങളേറിനാർ മറ്റുള്ളോരും വല്ലഭന്മാരും നൽകാഴ്ചയും നൽകിയിട്ടു നല്ലൊരു മഞ്ചത്തിന്മീതെ പുക്കാർ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്നത്തെ പാരായണം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗപ്രയാണം ശങ്കരാചാര്യ വിരചിതം. ഓം തത്സത്. വിദംശം വിദം നിർമ്മലം